ഈ പ്രതിഷേധങ്ങളൊക്കെ തുടരുന്നതിനിടയിലും സ്കൂളുകളിൽ സൂംബ നൃത്തവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. വിവിധ മുസ്ലിം സംഘടനകൾ എതിർപ്പുമായി രംഗത്തുണ്ട്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ആടിപ്പാടാൻ അനുവദിക്കില്ലെന്നാണ് സംഘടനകളുടെ നിലപാട്. അതേസമയം പദ്ധതി നടപ്പാക്കുന്നതിനെ അനുകൂലിച്ച് ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ നേതൃത്വങ്ങൾ രംഗത്തുമുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അതിനെയൊക്കെ മറികടന്ന് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇന്നത്തെ ഒരു പകൽ ദിനവും ഒക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ കാണേണ്ടി വരും അല്ലേ? തീർച്ചയായും എന്തായാലും പ്രതിഷേധം കൂടുതൽ കനക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ആദ്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുമായി രംഗത്ത് വരികയും പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത്. പിന്നാലെ സമസ്ത കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥയിലെ ഒരു വിഭാഗം സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന സംഘടന കൂടിയാണ്. അങ്ങനെ ആ സംഘടന കൂടി ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്ത് തീരുമാനം സർക്കാർ കൈക്കൊള്ളുമെന്നാണ് അവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ നിലപാടുമായി അല്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെ അവർ പറഞ്ഞു വെക്കുന്നു. അതായത് കാലത്തിനനുസരിച്ച് മാറാൻ എല്ലാവരും തയ്യാറാകണം, അത് ചിന്തിക്കാൻ തയ്യാറാകണം എന്നുള്ളൊരു പ്രതികരണമാണ് ഇത്തരത്തിൽ ഭൂരിഭാഗം മന്ത്രിമാരും ഒപ്പം തന്നെ സർക്കാർ വൃത്തങ്ങളൊക്കെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്നുള്ളത് തന്നെയാണ്. അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് സർക്കാർ വൃത്തങ്ങൾ പ്രധാനമായും ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. MSF ഇത് സംബന്ധിച്ച് എതിർപ്പുമായി രംഗത്ത് വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലും ഒരു നിയമം എന്ന രീതിയിൽ ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന തരത്തിലൊരു പരാമർശമാണ് MSFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ യുവജന വിഭാഗങ്ങളൊക്കെ, ഈ മുസ്ലിം സംഘടനയുടെ യുവജന വിഭാഗങ്ങളൊക്കെ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വരുന്നു. അതേസമയം സർക്കാർ തലത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് നടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 9 മണിയോടുകൂടി മന്ത്രി വി ശിവൻകുട്ടി കൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത മന്ത്രി വി ശിവൻകുട്ടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.